ഒരു മെഴുകുതിരി വെളിച്ചം അല്ലെങ്കിൽ ഒരു ചെറിയ കനൽ, നമ്മളെല്ലാവരും ജീവിതത്തിൽ എത്രയോ തവണ ഇത് കണ്ടിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ മെഴുകുതിരി നാളത്തിൻ്റെ ഷേപ്പ് ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആകൃതിയിൽ മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ ചെറിയൊരു നീല നിറം, പിന്നെ മുകളിലേക്ക് പോകും തോറും ഓറഞ്ചും മഞ്ഞയും കലർന്ന ആ ഒരു പ്രകാശം. ഇത് നമുക്ക് അത്ര പുതിയ കാര്യമൊന്നുമല്ല. നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ കാണുന്നുണ്ട്. നമ്മുടെ അച്ഛനമ്മമാരും അവരുടെ അപ്പൂപ്പന്മാരും ഒക്കെ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഓരോ മനുഷ്യനും തീ കണ്ടിട്ടുണ്ടാകും. നമ്മൾ അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നു. സമുദ്രങ്ങൾ താണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി തീ കൊണ്ട് വെളിച്ചമുണ്ടാക്കി. പല മതങ്ങളും ദൈവങ്ങളും ഒക്കെ തന്നെ തീയെ ചുറ്റിപ്പറ്റി ഉണ്ടായി. ഗ്രീക്ക് പുരാണത്തിലെ പ്രോമിത്യൂസ് സ്വർഗത്തിൽ നിന്ന് തീ മോഷ്ടിച്ചു കൊണ്ടുവന്ന കഥ മുതൽ നമ്മുടെ നാട്ടിലെ അഗ്നിദേവനൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ആയിരക്കണക്കിന് വർഷങ്ങളായി കെടാതെ സൂക്ഷിക്കുന്ന തീകൾ വരെ മനുഷ്യ ചരിത്രത്തിലുണ്ട് എന്ന് നമുക്കറിയാം. സോ ഫയർ അല്ലെങ്കിൽ തീ എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്, ഇനിയും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന കഥ കരുതുന്നതിനേക്കാൾ വളരെ വലുതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ മെഴുകുതിരി നാളം ഉണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ഏറ്റവും അപൂർവമായ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രഹത്തിലോ ഉപഗ്രഹത്തിലോ അല്ലെങ്കിൽ ദൂരെയുള്ള ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള എക്സോ പ്ലാനറ്റിലോ എങ്ങും സ്വാഭാവികമായിട്ടുള്ള തീ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നമ്മുടെ അറിവ് വെച്ച് നോക്കിയാൽ തീ കത്താൻ കഴിയുന്ന പ്രപഞ്ചത്തിലെ ഒരേ ഒരു ഇടം നമ്മുടെ ഭൂമി മാത്രമാണ്. നക്ഷത്രങ്ങൾ തീയെപ്പോലെ കത്തുകയല്ല ചെയ്യുന്നത്. അവിടെ ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ നടന്നിട്ടുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്, അല്ലാതെ നമ്മുടെ ഭൂമിയിലുള്ള ആക്ച്വൽ തീയല്ല നക്ഷത്രങ്ങളിൽ സംഭവിക്കുക. സോ നമ്മൾ മനുഷ്യൻ ഏകദേശം 10,000 വർഷമായി തീയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ പഠനമെല്ലാം നടത്തിയത് ഈ ഭൂമിക്കകത്ത് നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തീയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളും ഭൂമിയിലെ ചില പർട്ടിക്കുലർ സാഹചര്യങ്ങൾ കാരണം നമുക്ക് തോന്നിയതാണ്. എന്നാൽ ഗവേഷകർ ഈ ഒരു ഫയറിനെ ഭൂമിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, അതായത് ബഹിരാകാശത്ത് വെച്ച് തീ കത്തിക്കുമ്പോൾ കണ്ട കാഴ്ചകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ശാസ്ത്ര ചരിത്രത്തിൽ ഇത്രയും കാലം നമ്മുടെ കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞിരുന്ന ഒരുതരം പുതിയ തീയെ ഈ അടുത്ത കാലത്ത് നാസയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. പക്ഷേ ആ ഒരു കണ്ടെത്തൽ ഒരുപക്ഷെ ഭൂമിയിലെ ഓരോ എഞ്ചിനുകളുടെയും പ്രവർത്തനം തന്നെ മാറ്റാൻ കരുത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് തീയുടെ യഥാർത്ഥ കഥയെക്കുറിച്ച് പരിശോധിക്കാം. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ച കഥയല്ല. 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഓക്സിജനോ തീയോ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഈ ഭൂമിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു യാത്രയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫയർ എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല. അത് കല്ലും മണ്ണും വെള്ളവും പോലെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല. പണ്ടത്തെ തത്വചിന്തകർ വിചാരിച്ചിരുന്നത് തീ എന്ന് പറയുന്നത് ഒരു മൂലകമാണ് അല്ലെങ്കിൽ എലമെൻ്റ് ആണെന്നാണ്. ശരിക്കുമുള്ള സയൻസ് പറയുന്നത് അതൊരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു ഈവൻ്റാണ്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ പ്രതിപ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സംഗതിയാണ്. ഇതിനെ ടെക്നിക്കലി എക്സോതെർമിക് ഓക്സിഡേഷൻ എന്ന് വിളിക്കും. കേട്ട് പേടിക്കണ്ട. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനുമായിട്ട് ചേർന്ന് ഊർജം പുറത്തുവിടുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഫയർ. ഉദാഹരണത്തിന് ഒരു മരക്കഷ്ണം എടുക്കാം. അതിനുള്ളിൽ കാർബൺ ചെയിനുകൾ അല്ലെങ്കിൽ വലിയ ഓർഗാനിക് തന്മാത്രകളുണ്ട്. ആ മരം വളർന്നു വന്നപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ശേഖരിച്ചു വെച്ച എനർജിയാണ് അവിടെ സാധാരണ നിലയിൽ ഇരിക്കുന്നത്. അവിടെ ഒന്നും സംഭവിക്കില്ല. എന്നാൽ നമ്മൾ അതിലേക്ക് കുറച്ച് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇഗ്നിഷൻ ടെമ്പറേച്ചറിലേക്ക് അതിനെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ കാർബൺ ചെയിനുകൾ പൊട്ടാൻ തുടങ്ങും. ആ സമയത്ത് അവയിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരും. ഈ ഇലക്ട്രോണുകൾ ചുറ്റുമുള്ള വായുവിൻ്റെ ഓക്സിജനുമായിട്ട് വളരെ വേഗത്തിൽ കൂട്ടിമുട്ടും. ആ ഒരു കൂട്ടിമുട്ടലിൽ നിന്ന് വൻതോതിൽ ഊർജം പുറത്തേക്ക് വരും. ഈ ഊർജം വീണ്ടും ബാക്കിയുള്ള കാർബൺ ചെയിനുകളെ പൊട്ടിക്കും. അങ്ങനെ അതൊരു ചെയിൻ റിയാക്ഷനായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ പൊതുവെ തീ എന്ന് വിളിക്കുന്നത്. ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ 3 കാര്യങ്ങളാണ് കൃത്യമായിട്ട് വരേണ്ടത്. 1 ഫ്യൂവൽ അഥവാ ഇന്ധനം, 2 ഓക്സിജൻ, 3 ഹീറ്റ് അഥവാ ചൂട്. ഇതിനെയാണ് നമ്മൾ ഫയർ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം കുറഞ്ഞു പോയാൽ തീ അണഞ്ഞു പോകും. പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കാത്തൊരു കാര്യമുണ്ട്. ഈ 3 കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് മാത്രം തീ കത്തണമെന്നില്ല. അതിന് വളരെ കൃത്യമായ ചില അളവുകൾ ആവശ്യമുണ്ട്. വായുവിൽ ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അളവ് ഏകദേശം ഒരു 13% താഴെയാണെങ്കിൽ ഒരിക്കലും തീ കത്തില്ല. നമ്മുടെ ഭൂമിയിൽ ഇപ്പോഴുള്ളത് ഏകദേശം 21% ഓക്സിജനാണ്. അതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ തീ കത്തുന്നുണ്ട്. ഇനി ഓക്സിജൻ്റെ അളവ് ഒരു 35% മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഉണ്ടാകുന്ന തീയെ നിയന്ത്രിക്കാൻ കഴിയില്ല. സാധാരണ കത്താത്ത സാധനങ്ങൾ പോലും അപ്പോൾ വെടിമരുന്ന് പോലെ കത്താൻ തുടങ്ങും. അതുപോലെ തന്നെ ഇന്ധനത്തിൻ്റെ അവസ്ഥയും പ്രധാനമാണ്. ഒരു വലിയ ഇരുമ്പ് കഷ്ണം പെട്ടെന്ന് കത്തില്ല.
പക്ഷേ അത് പൊടിയാക്കി കാറ്റിൽ പറത്തി തീ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു സ്ഫോടനത്തോടെ കത്തിപ്പിടിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈ കൃത്യമായ കണക്കുകൾ ഭൂമിയിൽ മാത്രമേ ഒത്തുവരുന്നുള്ളൂ. ഇനി നിങ്ങൾ കണ്ടിട്ടുള്ള ആ മെഴുകുതിരി നാളത്തിൻ്റെ ആകൃതിയെക്കുറിച്ച് പറയണം. തീനാളം മുകളിലേക്ക് കൂർത്തു നിൽക്കുന്നത് തീയുടെ സ്വാഭാവികമായിട്ടുള്ള ആകൃതിയല്ല. അത് നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റി ഉണ്ടാക്കുന്ന ഒരു ഷേപ്പാണ്. എങ്ങനെയാണെന്നല്ലേ? തീ കത്തുമ്പോൾ അവിടുത്തെ വായു ചൂടാകും. ചൂടുള്ള വായുവിന് സാന്ദ്രത കുറവായതുകൊണ്ട് അത് മുകളിലേക്ക് ഉയരും. ഈ സമയത്ത് തണുത്ത വായു താഴെ നിന്ന് അവിടേക്ക് ഇരച്ചു കയറും. ഇതിനെയാണ് കൺവെൻഷൻ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഈ വായുവിൻ്റെ തള്ളൽ കാരണമാണ് തീനാളം മുകളിലേക്ക് നീണ്ടു നിൽക്കുന്നത്. നമ്മൾ ഗ്രാവിറ്റി ഇല്ലാത്തൊരു സ്ഥലത്ത്, അതായത് സ്പേസിൽ പോയി ഒരു മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ ഇങ്ങനെയേ ആയിരിക്കില്ല. അതൊരു ചെറിയ നീല നിറത്തിലുള്ള പന്ത് പോലെ അല്ലെങ്കിൽ ഒരു ഗോളം പോലെ ഇരിക്കും. അവിടെ മുകളിലോ താഴെയോ എന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വായു എല്ലാ ഭാഗങ്ങളിലേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഭൂമിയുടെ ചരിത്രത്തിലേക്കൊന്ന് പോകണം. ഭൂമി ഉണ്ടായിട്ട് ഏകദേശം 454 കോടി വർഷങ്ങളായി. പക്ഷേ ഇതിൻ്റെ വലിയൊരു കാലയളവ് ഭൂമിയിൽ തീ എന്ന് പറയുന്ന സംഗതിയെ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 200 കോടി വർഷം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ എന്ന് പറയുന്ന വാതകം ഉണ്ടായിരുന്നില്ല. പകരം മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് അന്ന് ആരെങ്കിലും വന്നൊരു തീപ്പെട്ടി ഉരച്ചാൽ പോലും അവിടെ തീ കത്തുമായിരുന്നില്ല. അതിനുശേഷം സയാനോ ബാക്ടീരിയ എന്ന് പറയുന്ന ചെറിയ ജീവികൾ പരിണമിച്ചുണ്ടായിട്ട് അവർ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഓക്സിജൻ പുറത്തുവിടാനായിട്ട് തുടങ്ങി. ഇതിനെയാണ് നമ്മൾ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഈവൻ്റ് എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ ഇതൊരു വലിയ ഡേഞ്ചർ ആയിരുന്നു അന്ന്. കാരണം അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പല ജീവികൾക്കും ഓക്സിജൻ എന്ന് പറയുന്നത് വിഷമാണ്. അങ്ങനെ ഈ ഓക്സിജൻ കൂടിയത് കാരണം ഭൂമിയിലെ ആദ്യത്തെ എക്സ്റ്റിൻഷൻ അഥവാ വംശനാശം സംഭവിച്ചു. മാത്രമല്ല, വായുവിലെ മീഥെയിൻ ഓക്സിജനുമായി ചേർന്ന് ഇല്ലാതായതോടെ ഭൂമിയുടെ ചൂട് കുറയാനും തുടങ്ങി. ഭൂമി മുഴുവൻ ഐസായി മാറി. ഇതിനെയാണ് സ്നോബോൾ എർത്ത് എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് പറയുന്നത്. തീ ഉണ്ടാകാൻ സഹായിക്കുന്ന ഓക്സിജൻ ആദ്യം ഭൂമിയിൽ ചെയ്തത് കൊലപാതകവും പിന്നീട് ഭൂമിയെ ഐസാക്കി മാറ്റുന്ന ഒരു പണിയുമാണ്. അങ്ങനെ ഓക്സിജൻ വന്നുവെങ്കിലും വായുവിൽ തീ കത്താൻ വേണ്ട അത്രയും അളവിലുള്ള ഓക്സിജൻ എത്താൻ പിന്നെയും കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തു എന്ന് പറയാം. ഭൂമിയിൽ ആദ്യമായി തീ കത്തിയത് എപ്പോഴാണെന്ന് അറിയാൻ ഗവേഷകർക്കൊരു വഴിയുണ്ട്. അത് കരി അല്ലെങ്കിൽ ചാർക്കോളാണ്. മണ്ണിലെ പാളികൾ പഠിക്കുന്ന സമയത്ത് ഏകദേശം 42 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള മണ്ണിലാണ് ആദ്യമായി കരിയുടെ അംശം കണ്ടെത്തുന്നത്. മേ ബി അതിനു മുൻപും തീ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ നമുക്ക് തെളിവില്ല. സോ നമുക്ക് കിട്ടിയ തെളിവ് വെച്ച് ഭൂമിയുടെ ആകെ പ്രായത്തിൻ്റെ വെറും അവസാനത്തെ 10% കാലം മാത്രമാണ് ഇവിടെ തീ ഉണ്ടായിട്ടുള്ളത് എന്ന് അനുമാനിക്കുന്നു. അതിനു മുൻപുള്ള 90% കാലത്തും മേ ബി ഈ ഗ്രഹത്തിൽ അത്രയധികം തീ ഉണ്ടാവുകയോ ഭൂമി എന്താണ് തീ എന്ന് അറിഞ്ഞിട്ടുണ്ടാവുകയോ ഇല്ല. നമ്മളിപ്പോൾ ജീവിക്കുന്നത് തീ കത്താൻ പാകത്തിലുള്ള ഒരു അപൂർവമായ സമയത്താണ്. ഇനി നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രഹങ്ങളിലേക്ക് നോക്കാം. ചൊവ്വയിൽ അന്തരീക്ഷമുണ്ട്, പക്ഷേ അവിടെ ഓക്സിജൻ വെറും 0.13% മാത്രമാണ്. അവിടെ നമ്മളൊരു മെഴുകുതിരി കൊണ്ടുപോയാൽ അതൊരു സെക്കൻഡ് പോലും കത്തില്ല. ശുക്രൻ അല്ലെങ്കിൽ വീനസ് എന്ന് പറയുന്ന ഗ്രഹത്തിൽ ഭയങ്കര ചൂടുണ്ട്. ലെഡിനെ പോലും ഉരുക്കിക്കളയാൻ പാകത്തിലുള്ള ചൂടാണ്. പക്ഷേ അവിടെയും ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് തീയായിട്ട് കത്തില്ല. ഇനി വ്യാഴത്തിൻ്റെയും ശനിയുടെയും കാര്യം നോക്കിയാൽ അതൊരു വലിയ തമാശയാണ്. ഈ ഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഒന്നാന്തര ഇന്ധനമാണ്. നമ്മുടെ റോക്കറ്റിലൊക്കെ തന്നെ ഇത് ഉപയോഗിക്കും. അതായത് ആ ഗ്രഹങ്ങൾ മുഴുവൻ ഇന്ധനമുണ്ട്, പക്ഷേ അവിടെ ഓക്സിജൻ ഇല്ല. ഒരു ചെറിയ തരി ഓക്സിജൻ പോലും ഇല്ലാത്തത് കൊണ്ട് എത്ര ഇന്ധനമുണ്ടെങ്കിലും അവിടെ തീ ഉണ്ടാകില്ല. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനാണ് ഇതിൽ ഏറ്റവും അത്ഭുതം. ടൈറ്റനിൽ മീഥെയിൻ നദികളും മീഥെയിൻ മഴയും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ഭൂമിയിലുള്ള മുഴുവൻ പെട്രോളും ഡീസലും ഒക്കെ കൂട്ടിവെച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ഇന്ധനമാണ് ടൈറ്റനിലുള്ളത്. പക്ഷെ അവിടെയും തീയില്ല, കാരണം അവിടെയും ഓക്സിജൻ എന്ന് പറയുന്ന പ്രധാന കണ്ണിയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മൾ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഭൂമിയിൽ മാത്രമാണ് ഫയർ ഉള്ളത്. അതായത് ഭൂമിയാണ് ഒരേ ഒരു ഫയർ പ്ലാനറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗവേഷകർക്കൊരു സംശയം വന്നു. ഭൂമിയിൽ ഗ്രാവിറ്റി ഉള്ളപ്പോൾ കത്തുന്ന തീയാണല്ലോ നമ്മൾ കാണുന്നത്. ഇനി ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് തീ എങ്ങനെയിരിക്കും? അവിടെ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? ഇതറിയാൻ വേണ്ടി 2008 നാസ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISSൽ ഒരു ലാബ് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തീ കത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കാൻ അവർ തയ്യാറായി. ഇതെന്തുകൊണ്ടാണ് റിസ്ക് ആവുന്നതെന്ന് അറിയാമോ? ISSൽ എന്തെങ്കിലും കാരണത്താൽ തീ പടർന്നു പിടിച്ചാൽ അവിടെ നിന്ന് ഓടി പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷേ പരീക്ഷണങ്ങൾ തുടങ്ങിയപ്പോൾ സയൻറ്റിസ്റ്റുകൾ ഞെട്ടിപ്പോയി. നേരത്തെ പറഞ്ഞതുപോലെ തീ അവിടെ ഒരു ചെറിയ പന്ത് പോലെയാണ് നിന്ന് കത്തുന്നത്. ഫ്ലക്സ് എന്ന പേരുള്ളൊരു പരീക്ഷണം അവർ നടത്താൻ തുടങ്ങി. അതായത് ഒരു തുള്ളി ഇന്ധനത്തെ കത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. സാധാരണഗതിയിൽ നമ്മൾ ഇന്ധനം കത്തിക്കുമ്പോൾ ചൂടും വെളിച്ചവുമൊക്കെയാണ് വരിക. കുറച്ച് കഴിയുമ്പോൾ തീ അണയും. ബഹിരാകാശത്ത് വെച്ചൊരു ഇന്ധനം കത്തിച്ചു കഴിഞ്ഞപ്പോൾ തീ അണഞ്ഞതായിട്ട് തോന്നി. ക്യാമറയിലൊന്നും കാണാനുമില്ല, പ്രകാശവും ഇല്ല. പക്ഷേ സെൻസറുകൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടു. ആ ഫ്യൂവലിൻ്റെ തുള്ളി അപ്പോഴും അവിടെ ഇരുന്ന് കത്തുന്നുണ്ട്.
ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതിനെയാണ് സയൻറ്റിസ്റ്റുകൾ കൂൾ ഫ്ലെയിംസ് എന്ന് വിളിച്ചത്. നമ്മൾ സാധാരണ കാണുന്ന തീക്ക് 1400 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുണ്ടാവും. പക്ഷേ ഈ തണുത്ത തീ അല്ലെങ്കിൽ കൂൾ ഫ്ലെയിമിന് വെറും 400 മുതൽ 600 ഡിഗ്രി മാത്രമേ ചൂടുള്ളൂ. മാത്രമല്ല, ഇതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിന് പകരം കാർബൺ മോണോക്സൈഡും ഫോർമാൽഡിഹൈഡും ഒക്കെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 20-30 വർഷത്തെ കമ്പസ്റ്റൻ സയൻസിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നു നാസ അന്ന് കണ്ടെത്തിയത് എന്നാണ് പലരും വിശേഷിപ്പിച്ചത്. ഭൂമിയിൽ നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങളായി തീ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇത് കാണാത്തത് എന്ന് ചോദിച്ചാൽ അതിന് കാരണം ഗ്രാവിറ്റിയാണ്. ഭൂമിയിൽ തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന കാറ്റും ബഹളവും കാരണം കൂൾ ഫ്ലെയിമുകൾ സെക്കൻഡിനുള്ളിൽ ഇല്ലാതായി പോകും. അതുകൊണ്ട് നമുക്ക് അവയെ പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ബഹിരാകാശത്തെ ശാന്തമായ സാഹചര്യത്തിൽ അവയ്ക്ക് കൂടുതൽ നേരം നിലനിൽക്കാൻ പറ്റിയെന്ന് പറയാം. ഇത് വെറുമൊരു കൗതുകം മാത്രമല്ല. നമ്മുടെ നാട്ടിലോടുന്ന ഡീസൽ വണ്ടികളുടെ എഞ്ചിനിലും ഇത്തരം തണുത്ത തീകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവയെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ടും എഞ്ചിനുകളുടെ കാര്യക്ഷമത കൂട്ടാൻ അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് എല്ലാവരും ശ്രദ്ധിക്കാത്തതുകൊണ്ടും നമുക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ ബഹിരാകാശത്തെ പഠനങ്ങൾ വഴി കുറഞ്ഞ ചൂടിൽ കൂടുതൽ ലാഭകരമായിട്ട് മലിനീകരണം കുറച്ച് എങ്ങനെ തീ കത്തിക്കാം അല്ലെങ്കിൽ ഇന്ധനം ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ചില അറിവുകൾ കിട്ടിയിട്ടുണ്ട്. നാസ ഇതിനു വേണ്ടി സഫയർ എന്ന പേരുള്ളൊരു പരീക്ഷണം കൂടി നടത്തി. അത് കുറച്ചുകൂടി പേടിപ്പിക്കുന്ന ഒന്നാണ്. ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒഴിഞ്ഞ സ്പേസ് ക്രാഫ്റ്റുകളുണ്ടല്ലോ, അതിനുള്ളിൽ അവർ മനഃപൂർവ്വം തീയിട്ടു. മനുഷ്യരില്ലാത്ത ആ കപ്പലിൽ തീ എങ്ങനെ പടരുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയായിരുന്നു അത്. കാരണം ഭാവിയിൽ നമ്മൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ ആൾക്കാരെ അയക്കുമ്പോൾ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയണ്ടേ. ആകാശത്ത് കത്തുന്ന തീക്ക് പ്രത്യേകിച്ചൊരു ഡയറക്ഷനൊന്നുമില്ല. ഭൂമിയിൽ നമ്മൾ മുകളിലേക്ക് തീ പടരുന്നത് കാണുമെങ്കിലും സ്പേസിൽ അത് എല്ലാ വശത്തേക്കും ഒരേപോലെ ഇങ്ങനെ പടരും. അത് മനസ്സിലാക്കിയാലേ നമുക്ക് വരാനിരിക്കുന്ന ദൗത്യങ്ങളിൽ യാത്രക്കാരെ സുരക്ഷിതരാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കാലം കണ്ട തീ എന്ന് പറയുന്നത് ശരിക്കുമുള്ളൊരു തീയുടെ മുഖംമൂടി മാത്രമാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്ന വലിയ ശക്തിയെ തീ വലിച്ചു നീട്ടി അതിന് പ്രത്യേക രൂപം കൊടുത്തതാണ്. ആ മുഖംമൂടി മാറ്റിയപ്പോൾ തീ കൂടുതൽ ശാന്തമായ നീല നിറമുള്ള നമ്മൾ വിചാരിക്കാത്ത പല സ്വഭാവങ്ങളുമുള്ള ഒന്നാണ് എന്ന് നമുക്ക് പിടികിട്ടി. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വലിയൊരു പാഠമുണ്ട്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സാഹചര്യം കൂടി മനസ്സിലാക്കണം. ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ കണ്ട കാഴ്ചകളല്ല ശരിക്കുമുള്ള സത്യം. നമ്മൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാവൂ. ഇനിയും എത്രയോ കാര്യങ്ങൾ ഇതുപോലെ നമ്മുടെ കൺമുന്നിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ നാളെ ഒരുപക്ഷെ ദൂരെയുള്ള ഏതെങ്കിലും നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഒരു ഗ്രഹത്തിൽ ഓക്സിജൻ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അവിടെ തീ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തീ ഉണ്ടെങ്കിൽ അവിടെ ജീവനും ഉണ്ടാകാം. കാരണം ഈ പ്രപഞ്ചത്തിൽ തീ ഉണ്ടാക്കാൻ ജീവനും അത്യാവശ്യമാണ് എന്ന് സാരം. സോ ഈ പരീക്ഷണങ്ങളുടെയൊക്കെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 1997 തിരിഞ്ഞു നോക്കണം. ബഹിരാകാശത്ത് തീ പിടിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന് ചരിത്രത്തിലെ ഏറ്റവും ഭയാനകരമായിട്ടുള്ള, നമ്മൾ സൃഷ്ടിക്കാതെ ഉണ്ടായ ഒരു അപകടമായിരുന്നു മിർ എന്ന് പറയുന്ന റഷ്യൻ ബഹിരാകാശ നിലയത്തിലുണ്ടായ അപകടം. ഫെബ്രുവരി 23, 1997 6 ബഹിരാകാശ സഞ്ചാരികൾ മിറിലിരിക്കുന്ന ഒരു സമയം. അന്ന് ആ സ്പേസ് സ്റ്റേഷന് 11 വയസ്സ് പ്രായമുണ്ട്. അതായത് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ISS ഒക്കെ വ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ ഈ മിറിൽ ഓക്സിജൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാനിസ്റ്ററിന് പെട്ടെന്ന് തീ പിടിച്ചു. വെറും ഒരു തീയല്ല, ലോഹങ്ങളെ പോലും ഉരുക്കി കളയാൻ ശേഷിയുള്ള ഭയങ്കരമായിട്ടുള്ള ചൂട്. ഏകദേശം 14 മിനിറ്റോളം ആ നിലയം കത്തിയെരിഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിൽ അടച്ച ഒരു മുറിക്കുള്ളിൽ വൻതോതിൽ തീ കത്തുന്നു. വായു മുഴുവൻ വിഷപ്പുക കൊണ്ട് നിറയുന്നു. അവിടെ ഓടി രക്ഷപ്പെടാനൊന്നും ഒരിടമില്ല. ഏറ്റവും മോശമായ കാര്യം എന്ന് പറയുന്നത്, ഈ തീ കത്തുന്നത് ബഹിരാകാശ സഞ്ചാരികൾക്ക് രക്ഷപ്പെടാനുള്ള 2 പേടകങ്ങളിൽ ഒന്നിലേക്കുള്ള വഴിയിലാണ്, എസ്കേപ്പ് പോഡ്സിലേക്കാണ്. പകുതി പേർക്ക് അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല. ഭൂമിയിലാണെങ്കിൽ തീ മുകളിലേക്ക് പോകുമെന്ന് നമുക്കറിയാം, പുകയും മുകളിലോട്ട് പോകും. പക്ഷേ സ്പേസിൽ അങ്ങനെ അല്ല. പുക വായുവിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. എന്നിട്ട് തീ എല്ലാ വശങ്ങളിലേക്കും ഒരുപോലെ ആഞ്ഞു വീശും. ഭാഗ്യത്തിന് അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ എല്ലാം അണച്ചു. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷേ ആ 14 മിനിറ്റ് കൊണ്ട് ബഹിരാകാശത്ത് മനുഷ്യൻ നേരിടാവുന്ന ഏറ്റവും വലിയ പേടി സ്വപ്നത്തെ അവർ കണ്ടു. തീയെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ ഇനി അങ്ങോട്ടൊരു യാത്രയും സുരക്ഷിതമല്ല എന്ന് ലോകത്തിന് മനസ്സിലായ നിമിഷമായിരുന്നു അന്നുണ്ടായ അപകടം. ഇവിടെയാണ് അടുത്തിടെ നടന്നൊരു പ്രധാന കണ്ടെത്തലിൻ്റെ പ്രസക്തി. 2024 ഡിസംബറിൽ UC ബെർക്ക്ലിയിലെയും നാസയിലെയും ശാസ്ത്രജ്ഞർ സോഫി മിസ്റ്റ് എന്ന പരീക്ഷണത്തിൻ്റെ റിസൾട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഭൂമിയിൽ ഒരു സാധനം കത്തണമെങ്കിൽ വായുവിൽ കുറഞ്ഞത് 18% ഓക്സിജൻ വേണമെന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. അതിന് താഴെയാണെങ്കിൽ തീ അണയും. പക്ഷേ ബഹിരാകാശത്തെ മൈക്രോഗ്രാവിറ്റിയിൽ വെറും 15% ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും വസ്തുക്കൾ നിന്ന് കത്തുമെന്ന് ഈ പരീക്ഷണം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വെറും 3% ഡിഫറൻസ് അല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നാമെങ്കിലും എഞ്ചിനീയറിംഗ് കണക്കുകളിൽ ഇത് വലിയൊരു മാറ്റമാണ്. നാസയുടെ ആർത്തമിസ് ദൗത്യം വഴി നമ്മൾ വീണ്ടും ചന്ദ്രനിലേക്ക് പോകാനുള്ള പല പരീക്ഷണങ്ങളും ചെയ്തു. ആർത്തമിസ് 2 പോയിട്ട് വന്നു.
സോ അവിടെ സഞ്ചാരികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മളിനി എത്തിച്ചേരുമല്ലോ. അവിടെ എത്തിച്ചേരുമ്പോൾ ഭൂമിയേക്കാൾ കൂടുതൽ ഓക്സിജൻ നൽകണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്നല്ലേ? ബഹിരാകാശ സഞ്ചാരികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഉപയോഗിക്കുന്ന പ്രഷർ സ്യൂട്ടുകൾ ഇടുന്നതിന് മുമ്പ് അവിടെ രക്തത്തിലെ നൈട്രജൻ കളയാൻ കുറച്ചധികം പ്യുവർ ഓക്സിജൻ ശ്വസിക്കേണ്ടി വരും. അന്തരീക്ഷത്തിലെ ഓക്സിജൻ കൂട്ടി പ്രഷർ കുറച്ചാൽ ഈ സമയം ലാഭിക്കാൻ പറ്റും. പക്ഷേ ആ പുതിയ അന്തരീക്ഷത്തിൽ 15% ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും തീ കത്തുമെന്നൊരു കണ്ടെത്തൽ ഭയങ്കര ചലഞ്ചാണ്. ഭൂമിയിൽ സേഫ് എന്ന് കരുതി നമ്മൾ സ്പേസ് ക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അവിടെ ഒരുപക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. ഓരോ വസ്ത്രവും ഓരോ വയറും ഓരോ ഉപകരണവും പുതിയ കണ്ടെത്തലിൻ്റെ വെളിച്ചത്തിൽ ചിലപ്പോൾ നമ്മൾ റീബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി വരാനിരിക്കുന്ന മറ്റൊരു പരീക്ഷണമാണ് FM2 എന്ന് പറയുന്ന. ചന്ദ്രനിലെ ഗ്രാവിറ്റിയിൽ തീ എങ്ങനെ കത്തുമെന്ന് നോക്കാനാണ് ഈ പരീക്ഷണം. ചന്ദ്രനിലെ ഗ്രാവിറ്റി ഭൂമിയുടേതിനേക്കാൾ 6 മാത്രമാണ്. ചൊവ്വയിൽ അത് ഭൂമിയുടെ 3 വരും. നമ്മളിപ്പോൾ പഠിച്ചത് ഗ്രാവിറ്റി ഉള്ളപ്പോഴത്തെ കാര്യവും ഗ്രാവിറ്റി ഒട്ടുമില്ലാത്തപ്പോഴുമുള്ള അവസ്ഥയാണ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന സാഹചര്യങ്ങളിൽ തീ എങ്ങനെ പെരുമാറും എന്നതാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. ചന്ദ്രനിൽ നമ്മൾ വലിയൊരു താവളം പണിയുമ്പോൾ അവിടുത്തെ ഗ്രാവിറ്റിയിൽ തീ എങ്ങനെ പടരുമെന്ന് നമ്മൾ വ്യക്തമായി പഠിച്ചില്ലെങ്കിൽ അത് വലിയൊരു ട്രാജഡി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ പോലെ അല്ല, ഇന്ന് ബഹിരാകാശത്തെ പരീക്ഷണങ്ങൾ നമ്മുടെ ഭാവിയെ തന്നെ നിശ്ചയിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷ വാർത്ത ഇതൊന്നുമല്ല. ബഹിരാകാശ പരീക്ഷണങ്ങൾ കൊണ്ട് ഭൂമിയിൽ നമുക്ക് എന്ത് ഗുണം എന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഈ കൂൾ ഫ്ലെയിം ഇല്ലേ ഞാൻ ആദ്യം പറഞ്ഞ, അതുപയോഗിച്ച് കാർബൺ മലിനീകരണം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് പല ഗവേഷകരും. നമ്മുടെ കാറുകളിലെയും ലോറികളിലെയും എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത് പെട്രോൾ കത്തിയും ഡീസൽ കത്തിയും ഒക്കെ ആണല്ലോ. പക്ഷെ നമുക്കവിടെ കൂൾ ഫ്ലെയിം കൊണ്ടുവരാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അങ്ങനെ എഞ്ചിൻ ഡിസൈൻ ചെയ്താൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ, മൈലേജ് കൂട്ടാൻ പറ്റുമോ, മലിനീകരണം കുറയ്ക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് പഠിക്കുന്നത്. നല്ല രീതിയിൽ കത്തുകയും മലിനീകരണം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു എഞ്ചിൻ ഉണ്ടെങ്കിൽ ഈ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചു കാലം കൂടി നമുക്ക് നല്ല രീതിയിൽ ഭൂമിക്ക് വലിയ ഡാമേജ് ഇല്ലാതെ മുന്നോട്ട് പോകാം. ബഹിരാകാശത്തുണ്ടായ ഒരു കുഞ്ഞു ഗോളം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ നാളെ നമ്മുടെ റോഡിലോടുന്ന ഓരോ വാഹനങ്ങളുടെയും ഹൃദയം മാറ്റാനുള്ള വിദ്യയാണ് ഡീകോഡ് ചെയ്യുന്നതെങ്കിലും. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നമ്മൾ എന്തെങ്കിലും അങ്ങകലെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ നിന്നൊരു തീനാളത്തിൻ്റെ വെളിച്ചം കണ്ടാൽ ഒരു കാര്യം ഉറപ്പിക്കണം, അവിടെയും നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ മികച്ചതായിട്ടുള്ള ജീവികൾ ഉണ്ടാകാം. നമ്മൾ തീയെ മെരുക്കിയെടുത്തു എന്ന് വിശ്വസിച്ചിരുന്ന 10,000 വർഷത്തെ അഹങ്കാരത്തിനേറ്റ അടിയായിരിക്കും നമ്മൾ ബഹിരാകാശത്ത് മറ്റൊരിടത്ത് തീ കണ്ടെത്തിയാൽ. സോ നമുക്കിനിയും തീയെക്കുറിച്ച് പഠിക്കാനുണ്ട്. പ്രകൃതി ഒരുപാട് രഹസ്യങ്ങൾ അതിൽ മറച്ചു വെച്ചിട്ടുമുണ്ട്. ഓരോ മെഴുകുതിരി നാളവും നമുക്ക് ഓരോ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ പ്രപഞ്ചത്തിൽ എത്രത്തോളം പ്രത്യേകതകളുള്ളവരാണ് എന്നും ഈ കൊച്ചു ഭൂമി എത്രത്തോളം അപൂർവമാണ് എന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ. എന്തായാലും ഈ തീയെക്കുറിച്ചുള്ള എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസുകൾ വായിക്കാൻ jrstudioedu.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്കിൽ ഡെവലപ്പിംഗ് കോഴ്സുകൾക്ക് വേണ്ടി courses.jrstudioedu.com കൂടി സന്ദർശിക്കാം. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ